ശരിക്കും ഈ മർമ്മ ചികിത്സ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നത് വേദനകൾ അല്ലെങ്കിൽ നമ്മുടെ മർമ്മത്തെ തൊട്ടുകൊണ്ടുള്ള ചികിത്സയാണല്ലോ. അവിടെ എങ്ങനെയാണ് ഈ ഷുഗറും ബാക്കിയുള്ള ഈ ജീവിതശൈലി രോഗങ്ങൾ വരണമെങ്കിൽ? ഷുഗറും നമ്മുടെ ശരീരത്തിനെയാണല്ലോ ബാധിക്കുന്നത്. 2 മിനിറ്റ് കൊണ്ട് ഫലം. അപ്പൊ അതെങ്ങനെയാണ് ആ ചികിത്സ? 2 ചോദ്യങ്ങളാണ് ഇതിനകത്ത്. അതെ അതെ. അപ്പൊ ഈ 2 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അത് മനസ്സിലാക്കി എടുക്കാൻ ചിലപ്പം 10 മിനിറ്റ് സമയമെടുക്കും ആ വ്യക്തിയെ. ആ വ്യക്തിയുടെ പലപ്പോഴും മുട്ടിന്റെ ചിരട്ട മാറിയിരിക്കുന്നതാണ് വളരെ സങ്കീർണമായ അവസ്ഥയായിട്ട് ചിലർ പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് പെട്ടെന്ന് നേരെയാക്കാൻ പറ്റും. അപ്പൊ നടുവിന്റെ പ്രശ്നം, ഇപ്പൊ പ്രായം, ആരോഗ്യം, പൊതുവായിട്ടുള്ള അയാളുടെ ജീവിത രീതിയൊക്കെ അനുകൂലമാണ് എങ്കിൽ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് നേരെയാക്കാൻ പറ്റും. ഈ നേരെയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് നടക്കാൻ പറ്റി, പക്ഷെ നടക്കാൻ പറ്റാതായതിന്റെ ഒരു അടിസ്ഥാന കാരണം ഉള്ളിൽ കിടപ്പുണ്ട്. ആ കാരണത്തിനെ നേരെയാക്കാനായിട്ട് കുറച്ച് സമയം കൂടെ വേണ്ടി വരും. പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ്, ഒരു അവസ്ഥയാണെങ്കിൽ അതിനെ പെട്ടെന്ന് നമുക്ക് നേരെയാക്കാം. മാസങ്ങൾ എടുത്ത് പരിണമിച്ചു വന്നതാണെങ്കിൽ അതിനെ എടുക്കാൻ സമയം വരും. അതുകൊണ്ടാണ് ഇതിനെ സാധ്യമെന്നും അസാധ്യമെന്നും തിരിച്ചിട്ടുണ്ട്. അതിവേഗ സാധ്യം എന്നുള്ള ഒരു വിഭാഗത്തിൽ കാരണം ഇതിന് കളരിപ്പയറ്റിന്റെ പശ്ചാത്തലമാണ്. ഈ കളരിപ്പയറ്റിന്റെ പശ്ചാത്തലം ആയതുകൊണ്ട് നമ്മൾ ഒരു അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന പരിക്കിനെ ആ നിമിഷം മാറ്റണം, എന്നിട്ട് അടുത്ത നിമിഷം അയാൾ കളത്തിലിറങ്ങണം. ആ രീതിയിലുള്ള മുറകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സാധിക്കുന്നത്. എന്നാൽ ഇത് സാധിക്കാത്തവരുമുണ്ട്. ഈ മർമ്മ ചികിത്സയെക്കുറിച്ച് നമുക്കൊരു തെറ്റിദ്ധാരണ, ഒന്ന് ഈ വാക്ക് തെറ്റാണ്. മർമ്മം എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, വർമ്മം എന്നാണ്. ചികിത്സയിൽ വരുമ്പോൾ ഇത് വർമ്മമാണ്. മർമ്മം എന്നുള്ള വാക്ക് മരണത്തിന് കാരണമാകുന്നതും വർമ്മം എന്ന വാക്ക് ജീവനിലേക്ക് കൊണ്ടുവരുന്നതുമാണ്. ഇത് രണ്ടും 2 രീതിയാണ്. ഒരു ആളുടെ ഇപ്പൊ കയ്യില് പിണർമുണ്ട എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു മർമ്മമുണ്ട്. ഇവിടെ കുത്തിയാൽ ആള് തകരാറിലാവും ആ മർമ്മഭാഗത്ത്. അതിനെ വലത്തോട്ട് കറക്കിയാൽ ചികിത്സയും ഇടത്തോട്ട് കറക്കിയാൽ പരിക്കുമാണ് ഉണ്ടാകുക. അപ്പോൾ ഇടത്തോട്ട് കറക്കുന്നത് വർമ്മം, അതായത് കായികാഭ്യാസത്തിൽ, യുദ്ധത്തിൽ ശത്രുവിന്റെ മുമ്പിൽ അത് മർമ്മവും രോഗിയുടെ മുമ്പിൽ അത് വർമ്മവുമാണ്. വർമ്മകലൈ എന്നാണ് അതിനെ പറയുന്നത്. നിങ്ങൾ അറിയാതെ പ്രചരിച്ചത് മർമ്മം എന്നുള്ള വാക്കാണ്. അത് നമ്മുടെ നാട്ടിലെ ഈ കളരിപ്പയറ്റിനെ കുറിച്ചൊക്കെയുള്ള കഥകളും നാടോടി കഥകളിൽ നിന്നൊക്കെ ഈ മർമ്മം എന്നുള്ള വാക്ക് കേട്ടത്. വന്ദേമാതരത്തിനകത്ത് പോലും ഈ മർമ്മം എന്നുള്ള തുമി വിദ്യ, തുമി ഹൃദി, തുമി മർമ്മ, ഈ മർമ്മം എന്നുള്ള വാക്ക് മലയാളം അല്ല, ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഈ മർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, വർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ മർമ്മസ്ഥാനങ്ങളെയും ചികിത്സ ഉപാധിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും? എല്ലാ മർമ്മസ്ഥാനങ്ങളും അല്ല, ശരീരം മുഴുവൻ ഒറ്റ മർമ്മമാണ്. അതായത് ശരീരം എന്ന ഒരു വർമ്മം അല്ലെങ്കിൽ ഒരു മർമ്മം, മനസ്സ് എന്ന് പറഞ്ഞ് മറ്റൊരെണ്ണം. പിന്നീട് ഇതിനകത്താണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഈ 108 മർമ്മങ്ങളുണ്ട് എന്ന് പറയുന്നത്, ഇത് കുട്ടികളെ നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് പോലെയാണ്. ഇപ്പൊ തറ, പന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ ചിത്രം കാണിച്ചിട്ട് പഠിപ്പിക്കുന്നത് പോലെ ഒരു വിദ്യാർത്ഥിയെ പരിശീലിപ്പിക്കാനുള്ള പ്രാഥമികമായ പാഠ്യപദ്ധതി മാത്രമാണ് ഈ 108 മർമ്മങ്ങൾ. അപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടോ അത്രയും തന്നെ ഈ സ്ഥാനങ്ങളുണ്ട്. ചികിത്സിക്കാനും അവനെ അപായപ്പെടുത്താനുമുള്ള സാധനങ്ങളുണ്ട്. നമുക്കൊരു തെറ്റിദ്ധാരണ, ഇപ്പം മർമ്മം എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, കാരണം പൊതുവായിട്ട് അറിയപ്പെടുന്നതാണ്. ഈ മർമ്മം കൊണ്ട് ഇത് തിരുമ്മാണ്, ഉഴിച്ചിലാണ്, പിന്നെ ശരീരത്തിൽ എണ്ണ ഇട്ട് കൊടുക്കുന്നതാണ്, പുറമേ ഉള്ളതാണ് എന്നൊക്കെ ആണ് ഒരു ധാരണ. അല്ല, ഞാനും ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് ചോദിച്ചത്, ഇത് എങ്ങനെയാണ് ഷുഗറിന് ഉപകരിക്കുന്നതെന്ന്. എനിക്ക് ആ ചോദ്യം ഉണ്ടായത് തന്നെ അതിൽ നിന്ന്. അതെ. അപ്പോൾ ഈ പ്രമേഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? 20 തരത്തിലുള്ള പ്രമേഹത്തിനെ കുറിച്ച് നമ്മളുടെ ഈ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തെ 10 വാതവും, അടുത്ത 6 പിത്തത്തിന്റെ രൂപത്തിലും, അടുത്ത 4 കഫത്തിന്റെ രൂപത്തിലുള്ളതാണ്. ഇത് കോളേജുകളിൽ പഠിക്കുന്നവർ അല്പം വ്യത്യസ്തമായിട്ടാണ്, ഇത് നേരെ തിരിച്ചാണ് കോളേജുകളിൽ പഠിക്കുന്നത്. ഞങ്ങളുടെ രീതിയിൽ ഇങ്ങനെയാണ്. ഈ ബാഹ്യമായ മർമ്മങ്ങളെ കുറിച്ചാണ് ചിത്രകഥാ പുസ്തകങ്ങളിലും ഈ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന പുസ്തകങ്ങളിലും പറയും. ഉള്ളിൽ മർമ്മങ്ങളുണ്ട്, ഹൃദയത്തിന്റെ ഉള്ളിൽ മർമ്മങ്ങളുണ്ട്, വൃക്കയുടെ ഉള്ളിൽ അങ്ങനെയുള്ള സ്ഥാനങ്ങളുണ്ട്. അത് ആധുനിക വൈദ്യം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഇതിനെക്കുറിച്ച് തികഞ്ഞ നിശ്ചയമുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് അവരൊരു അവയവത്തിനെ കീറുന്നതും മുറിക്കുന്നതുമൊക്കെ. അപ്പൊ ഈ അകത്ത മർമ്മങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഔഷധങ്ങളുണ്ട്. ആ ഔഷധങ്ങള് ശരീരത്തിൽ ദഹിച്ച് സാധാരണ രീതിയിൽ പോകുന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ശരീരത്തിലെ ഈ മർമ്മസ്ഥാനങ്ങളെ അത് നന്നായിട്ട് സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ ഏത് തലത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട മർമ്മങ്ങളെ
വേണ്ട രീതിയിൽ അതിനെ ക്രമീകരിക്കുകയോ അതിനെ ചികിത്സിക്കുകയോ ചെയ്താൽ, ഔഷധം കൊണ്ടോ അല്ലെങ്കിൽ സ്പർശനം കൊണ്ടോ, ആ രോഗത്തിനെ നമുക്ക് 90 ദിവസം കൊണ്ട്, ഇൻസുലിൻ എടുത്തു നിൽക്കുന്ന ഒരവസ്ഥയല്ല എങ്കിൽ 90 ദിവസം കൊണ്ടും, അച്ചടക്കമുള്ള ഒരു മനുഷ്യനാണ്, പ്രമേഹത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ടും 180 ദിവസം കൊണ്ടും അയാളെ നമുക്ക് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാം.